ഒരു വ്യവസായിക്ക് ഈ നാട്ടിൽ ബിസിനസ് നടത്തണമെങ്കിൽ തൊഴിലാളിയെപ്പോലും പേടിക്കേണ്ട അവസ്ഥ. തൊഴിലിടത്തെ നിയമങ്ങൾ പാലിക്കാൻ പലരും തയ്യാറല്ല. കൃത്യസമയത്ത് പണിക്കെത്തുന്നവരും കുറവാണ്. ഇത് ചോദ്യം ചെയ്താലോ തൊഴിലുടമയെ വകവരുത്താനും മടിയില്ല. തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം കേട്ടാൽ ഈ നാട്ടിൽ ഒരു ബിസിനസ് നടത്താൻ തന്നെ ഭയം തോന്നും. കൃത്യസമയത്ത് എത്താത്തതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിലാണ് വഴുതക്കാട്ടെ കേരള കഫേ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതികളായ അടിമലത്തുറ സ്വദേശി രാജേഷ്, നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവരെ പിടികൂടുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു കൊലപാതകം. ഹോട്ടൽ തൊഴിലാളികൾക്കായി ജസ്റ്റിൻ രാജ് വാടകയ്ക്കെടുത്ത ഈശ്വരവിലാസം റോഡിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രതികൾ ജസ്റ്റിൻ രാജിനെ ആക്രമിച്ചത്. രാവിലെ ജോലിക്കെത്താത്തതിനാലാണ് ഇവരെ അന്വേഷിച്ച് ജസ്റ്റിൻ രാജ് പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതോടെ രാജേഷ് മർദ്ദിച്ചു. നിലത്തു വീണ ജസ്റ്റിനെ രണ്ടുപേരും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. സുഹൃത്ത് സ്റ്റാൻലിയുടെ ബൈക്കിലാണ് ഇന്നലെ രാവിലെ 9:30 ജസ്റ്റിൻ രാജ് തൊഴിലാളികളുടെ അടുത്തേക്ക് പോയത്. ഉച്ചവരെ കാണാതായതിനെ തുടർന്ന് സ്റ്റാൻലി മ്യൂസിയം പോലീസിൽ പരാതി നൽകി. അദ്ദേഹം എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ എന്റെ ജോലിക്കാരവിടെ റൂമിലുണ്ട്, ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ നിന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 1:30 മണി വരെ ഞാൻ നോക്കിയിട്ട് എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. രാജേഷിന്റെ അടിമലത്തുറയിലെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ ഡേവിഡും രാജേഷിനൊപ്പം ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെ ആക്രമിച്ചു. CPM ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മരുമകനാണ് ജസ്റ്റിൻ രാജ്. ന്യൂസ് 18 തിരുവനന്തപുരം.